നമ്മളെപ്പോലുള്ള നരച്ച മുടിയും താടിയൊക്കെ വളർത്തിയവനെ പൊതുവെ കേരളത്തിലെ ജനങ്ങളുണ്ടല്ലോ, അവൻ കഞ്ചാവ എന്ന് പറഞ്ഞ് തള്ളുന്ന ഒരവസ്ഥയുണ്ട്. വല്ലപ്പോഴുമൊക്കെ അല്പം, പക്ഷേ സ്ഥിരമായി കഴിഞ്ഞാൽ ഇതുപോലുള്ള ബോധവും പൊക്കണവും ഇല്ലാത്ത വർത്താനവും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പോരും. ഡിവൈഫൈ കൊടുക്കുന്ന പൊതിച്ചോറിനെ പോലുള്ള നന്മകൾ മനസ്സിലാകാത്ത ജോയി മാത്യുവിനുള്ളപ്പോഴുള്ള നാറികൾക്ക് ഇതല്ലാതെ പിന്നെ എന്ത് മറുപടി കൊടുക്കാനാണ്? ഇത് പറയുമ്പോൾ നരച്ച മുടിയും താടിയുള്ള എന്നെയും കഞ്ചാവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്താ ചെയ്യാൻ? ആനുകാലിക രാഷ്ട്രീയ പ്രാധാന്യമുള്ള എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. ഡിവൈഎഫ്ഐ കൊടുക്കുന്ന പൊതിച്ചോറിനെയൊക്കെ നിങ്ങൾ അധിക്ഷേപിക്കുമ്പോണ്ടല്ലോ, AC കാറിലും AC റൂമിലും ഒക്കെ കിടന്നുറങ്ങുന്ന മനുഷ്യർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ വിലയൊന്നും ഒരുപക്ഷെ മനസ്സിലായെന്ന് വരില്ല. അങ്ങനെയല്ലല്ലോ ഇവിടുത്തെ സാധാരണക്കാർ ജനങ്ങൾ. ഇതൊക്കെ മനസ്സിലാക്കി തരാൻ എന്നെ പോലെ ഇത്ര പ്രായം കുറഞ്ഞ പയ്യന്മാരൊക്കെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തല്ലേ ജോയി? പിന്നെ ജോയി മാത്യു, നിനക്കും എനിക്കും ഒക്കെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അത് വെച്ച് ആക്രി പെറുക്കി വിറ്റ് വീട് വെച്ച് കൊടുത്ത ഡിവൈഎഫ്ഐയെ, പൊതിച്ചോറ് കൊടുക്കുന്ന ഡിവൈഎഫ്ഐയെ, ഒന്നും ചെയ്യാതിരിക്കുന്ന യൂത്ത് കോൺഗ്രസും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നീ കൊണയടിക്കാൻ ഇങ്ങോട്ട് വരുമ്പോഴുണ്ടല്ലോ, നിന്റെ ചെവിയെ ചെറുതായിട്ടൊന്ന് നുള്ളിവിടും. അതിന്റെ വേദന അവിടെ നിൽക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കാളിലൊക്കെ വലിയ സംഭവമാണ് ഈ ജോയി മാത്യു എന്നും പറഞ്ഞ് നടക്കുന്ന നിന്നോടൊക്കെ നമ്മൾ ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഉപദേശിച്ച് രക്ഷപ്പെടുത്താനുള്ള പ്രായവും കഴിഞ്ഞു പോയി. നീ നിന്റെ പാർട്ടിയോട് ചോദിക്കേണ്ട കുറെ ചോദ്യങ്ങളില്ലേ? ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിന് ഉത്തരം കണ്ടെത്തിയിട്ട് പോരെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ. അതായത് സ്വന്തം കാലിലെ മന്ത് നീക്കിയിട്ട് വേണം മറ്റുള്ളവന്റെ കാലിലെ മന്തിനെ കുറിച്ച് സംസാരിക്കും. ജോയി മാത്യു, നിനക്കറിയാവോ മുണ്ടക്കൈ ചൂരൽമലയിലെ നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്ത ഫണ്ട് എവിടെ പോയെന്ന് നിനക്കറിയാമോ? ഒറ്റ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ടോ? തുടർച്ചയായി മുഖ്യമന്ത്രി സതീശൻ വീട് പണിയുന്നു എന്ന് പറയുന്നതല്ലാതെ ഒരു തറക്കല്ലിട്ടതിന്റെ രേഖകൾ നിനക്ക് കാണിക്കാമോ? ഇപ്പോൾ ജോയി മാത്യു ആണോ നുണയൻ, സതീശനാണോ നുണയൻ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ മലയാളികൾ എത്തി നിൽക്കുകയാണ്. ഇങ്ങോട്ട് കൊണയടിക്കാൻ വന്നു കഴിഞ്ഞാൽ വിട്ടുതരില്ല. അത് ഇച്ചിരി കഞ്ചാവാണെന്ന് കൂട്ടിക്കോ, നമ്മൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോവാം.